എന്നോട്ടവും അധ്വാനവും ഞാൻ കാത്തതാം വിശ്വാസവും വ്യർത്ഥമല്ല അതു നിശ്ചയം. വേഗം കാണും എൻ മണാളനേ, വ്യർത്ഥമല്ല അതു നിശ്ചയം. വേഗം കാണും എൻ മണാളനേ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 38-ാം സങ്കീർത്തനം 16-ാം വാക്യം. അവർ എന്നെ ചൊല്ലി സന്തോഷിക്കരുതേ എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ കാൽ വഴുതുമ്പോൾ അവർ എൻ്റെ നേരെ വമ്പ് പറയുമല്ലോ. ദാവീദ് ദൈവത്തിൻ്റെ സഹായത്തിനായി അപേക്ഷിക്കുന്നു. കാരണം അവൻ്റെ വീഴ്ച തന്നെ വേദനിപ്പിക്കുക മാത്രമല്ല, അത് തൻ്റെ ശത്രുക്കൾക്ക് താൻ സേവിക്കുന്ന ദൈവത്തെ പരിഹസിക്കുവാൻ ഒരു കാരണം നൽകുകയും ചെയ്യുന്നുണ്ട്. വഴുതിപ്പോകുന്നത് നമ്മുടെ മനുഷ്യാവസ്ഥയുടെ ഭാഗമാണ്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നാം വഴുതുമ്പോൾ എവിടേക്ക് തിരിയുന്നു എന്നാണ്. തൻ്റെ വീഴ്ചയിൽ മറ്റുള്ളവർ സന്തോഷിക്കുമെന്ന ചിന്ത ദാവീദിൻ്റെ വേദന വർദ്ധിപ്പിക്കുന്നു. മറ്റുള്ളവരുടെ പരാജയങ്ങളിൽ ആളുകൾ പലപ്പോഴും സന്തോഷിക്കുന്ന ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ഒരു വിശ്വാസി പരാജയപ്പെടുമ്പോൾ നിരീക്ഷിക്കുന്ന ലോകം പലപ്പോഴും വ്യക്തിയെ മാത്രമല്ല, അവർ അവകാശപ്പെടുന്ന വിശ്വാസത്തെയും പരിഹസിക്കും. തൻ്റെ പരാജയത്തിൽ പോലും ദാവീദ് നോക്കിയത് തൻ്റെ ശക്തിയിലല്ല, പിന്നെയോ ദൈവത്തിങ്കിലേക്കാണ്. പ്രിയ സ്നേഹിതരെ, ദൈവകൃപ എല്ലാ വഴുതി വീഴിനെയും തടയുന്നില്ല. എന്നാൽ നാം വീഴുമ്പോൾ ഒരിക്കലും ദൈവം നമ്മെ ഉപേക്ഷിക്കുകയില്ല. നമ്മുടെ കാൽ വഴുതുമ്പോൾ നമ്മെ താങ്ങുവാൻ ദൈവത്തിൻ്റെ കരങ്ങൾ ശക്തിയുള്ളതാണ്. അവന് നമുക്ക് ഈ നാളുകൾ ശരണപ്പെടാം, പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ വീഴ്ചയിൽ തകർന്നു പോകാതെ എന്നെ സൂക്ഷിക്കണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.